കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം, അതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിൻ്റെ 5-ാമത്തെ വേദഭാഗമാണ്. പ്രാരംഭത്തിൽ ആ വേദഭാഗം ഒന്ന് വായിച്ച് ചില വിഷയങ്ങളിലേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വേദഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ജീവിക്കുക. പല പ്രാവശ്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പല മെസ്സേജും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ തങ്ങപ്പെട്ട ഒരു ഭാഗമാണിത്. എന്നാൽ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, ഊസ് സ്ഥിതി ചെയ്യുന്ന ഊസ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ശേഷം ദോഷം വിട്ടകലുന്നതും ആയിരുന്നു എന്ന് 1-ാമത്തെ വാക്യം പറഞ്ഞു. ഇവിടെ യൂസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. യൂസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏദോം ജോർദാൻ മേഖലയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഏദോം അല്ലെങ്കിൽ ജോർദാൻ സ്ഥലം എന്ന് പറയപ്പെടുന്ന ആ യൂസ് എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്രകാരം ഒരു ദൈവഭക്തൻ ഉണ്ടായത്. ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നോഹയുടെ മകനായ ഷേമിൻ്റെ പൗത്രനായ ഊസ് എന്നയാളിൻ്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നോഹയുടെ മകനായ ഷേമിൻ്റെ പൗത്രനായ ഊസ്. ഈ ഊസിൻ്റെ പേരിലാണ് ഈ ഊസ് എന്ന സ്ഥലം അറിയപ്പെടുന്നത് എന്ന് ചില വേദപഠിതാക്കളും ചരിത്രകാരന്മാരും അവകാശപ്പെടുന്നു. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, ഏകദേശം നമ്മൾ ധാർമ്മികപ്പെടുന്നു മാത്രമാണുള്ളത്. പിന്നെ കാണുന്നത് ഇയ്യോബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ്. അതിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളാണ്. പ്രത്യേകിച്ച് അതിന് രേഖകളൊന്നുമില്ല. എന്നാൽ ചിലതൊക്കെ അതിനകത്ത് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഗോത്രപിതാക്കന്മാരുടെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഏകദേശം BC 2100-നും 1800-നും ഇടയിൽ എന്നാണ് പറയുന്നത്. അതായത് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ വരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇയ്യോബിന്റെ ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഇയ്യോബിന്റെ വയസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒടുവിൽ വരും. അതിന്റെ 42-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വേദഭാഗത്തിൽ തന്റെ അതിനുശേഷമുള്ള വയസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 140 വർഷം ഇയ്യോബ് അതിനുശേഷം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ടോട്ടലി ഇയ്യോബിന് 200 വയസ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലുള്ള പിതാക്കന്മാരുടെ പ്രായം, അബ്രഹാമിന്റെ പ്രായം 175ആണ്. അങ്ങനെ താഴോട്ട് ഓരോരുത്തരുടെയും പ്രായത്തെ ഗണ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് കാലഘട്ടം നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നടക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറയുന്നത്, ഊസ് എന്ന ദേശത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ BC 2100-നും അല്ലെങ്കിൽ BC 1800-നും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഞാൻ ആമുഖമായിട്ട് ആ വിഷയം നമ്മളൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമാണുള്ളത്. ആ ഇയ്യോബിന്റെ കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനൊരു ഹെഡിങ് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മക്കളെ ദൈവഭയത്തിൽ വളർത്തുന്ന ഒരു പിതാവ്. മക്കൾ പാപങ്ങളിൽ വീണു പോകാതെ വണ്ണം, പാപത്തിൽ വീഴുന്നതിന് മുൻപേ വളരെ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന ഒരു പിതാവ്. അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കണം. മക്കളെ ദൈവഭയത്തിൽ വളർത്തി, ഇനി അബദ്ധവശാൽ അവർക്ക് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇയ്യോബിന് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ചിന്തിക്കപ്പെടുവാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്, വളരെ പെട്ടെന്നാണ്. ഒരു കാരണവും ഇല്ലാതെയാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും.
വളരെ ഭക്തനും. ദൈവം തന്നെ ഈ ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. കാരണം സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ആ സാത്താനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ സാത്താനും ദൈവവും തമ്മിലുള്ള അടുപ്പം എന്തുവാ? അവർ ശത്രുവാണോ മിത്രമാണോ? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ, ഭൂമിയിലല്ല സ്വർഗത്തില്, സാധാരണ എല്ലാ ദിവസവും വരാത്ത ഒരാളാണ് സാത്താൻ. സാത്താനും ദൂതനോട് ഒരുമിച്ച് പോകുമ്പോൾ ദൂതന്മാർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം സാത്താനും ദൂതനും ഒരുപോലെ ഇരിക്കുക, കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുക. സംശയമുണ്ടോ? കാരണം സാത്താനാരാ? ദൂതനാ, അവരുടെ കൂടെ ഉണ്ടായിരുന്നവനാ. അതുകൊണ്ട് തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോയി നിന്നപ്പം ദൈവത്തിന് മനസ്സിലായ ആള്. അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, എന്താണ് നീ എവിടുന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി നടന്നിട്ട് വരുന്നവനാണ്. ഊടാടി നടന്നിട്ട് വരുന്നവനാണ്. 2 പ്രാവശ്യം 1-ാം അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുപോ. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇതാരാ പറഞ്ഞേ? ദൈവം, യഹോവ ദൈവം. ഇത് ഇയ്യോബിന് മാത്രമുള്ള അംഗീകാരമാണോ? ഇയ്യോബിന് മാത്രമുള്ള അംഗീകാരമാണോ? പറയാണ്ട മടി. ആണോ അല്ലയോ? അല്ല എന്ന് പലരും മിണ്ടാതെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ സംശയമുണ്ട്, അല്ലെങ്കിൽ ഇയ്യോബിന് മാത്രമുള്ളതാണ് എന്നുള്ളത്. ഇയ്യോബിന് മാത്രമുള്ളതല്ല. കാലക്രമേണ ദൈവത്താൽ ജീവിക്കപ്പെടുന്ന എല്ലാവർക്കും, ഒരു മാതാപിതാക്കന്മാർ തന്റെ മക്കളെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ സാക്ഷ്യം പറയുന്നത് പോലെ ദൈവം തന്റെ മക്കളെ കുറിച്ച് സാക്ഷ്യം പറയുന്ന അനുഭവം കർത്താവിന്റെ വരവ് വരെ ഭൂമിയിൽ കേൾപ്പിക്കപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ടാണ് ചോദിക്കുന്നത്, ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതിന് സാത്താൻ യഹോവയോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇയ്യോബ് ദൈവത്തിലായിരിക്കുന്നതിന് കാരണമുണ്ട്. എന്താ കാരണം? നീ അവന് സകലവിധ അനുഗ്രഹങ്ങളും കൊടുത്തു, സകല സമ്പത്തും കൊടുത്തു. അത് മാത്രമാണോ? അവന്റെ ഓഹരിക്കൊക്കെയും ചുറ്റും നീ വേലി കെട്ടി അവിടെ നീ കാവൽ നിർത്തിയിരിക്കുവാണ് ആള്. പിന്നെ എങ്ങനെ അവൻ നിന്നെ വിട്ട് മറുതലിച്ചു പോകുന്നത്? അപ്പൊ ഇയ്യോബിന്റെ മേളില് ദൈവം തൊടുവാൻ അനുവാദം കൊടുത്തു. എനിക്ക് അതും ഒരു ഭയങ്കര വിഷയമായിരുന്നു. ഈ ശത്രുവായ സാത്താന് കർത്താവിന്റെ മകനായ ദാസനെ ശിക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അനുഭവമാണെന്ന് നോക്കി. ഇതേപോലെ തന്നെ ഈ ഇയ്യോബിന്റെ വിശ്വസ്തത വ്യക്തമായിട്ട് തിരിച്ചറിവുള്ള ഒരാളായിരുന്നു യഹോവ ദൈവം. അതുകൊണ്ടാണ് ഈ ഇയ്യോബ് തന്നെ തള്ളിപ്പറയില്ല എന്ന അവന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ആളായിരുന്നു ആര്? ഈ ദൈവം. ഇനി എന്തെല്ലാം സംഭവിച്ചാലും അവൻ എന്നെ തള്ളിപ്പറയില്ല എന്ന് വ്യക്തമായിട്ട് ഈ യഹോവ ദൈവത്തിന്, അല്ലെങ്കിൽ പിതാവ ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ കാണാൻ പറ്റും. പത്രോസിനെ കുറിച്ചിട്ട് കർത്താവിന് ഒരു ഉറപ്പുമില്ല. അത് തന്നെ സംഭവിച്ചു. നീ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറയും. പത്രോസിന് പറഞ്ഞ് സാത്താനിന്റെ ഗോതമ്പ് പോലെ പാട്ടിടുന്നതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. എന്താ കാരണം? നീ വീട് പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇയ്യോബിനെ കുറിച്ചിട്ട് ദൈവത്തിന് അമ്മാതിരി കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. യാതൊരു സംശയമില്ലായിരുന്നു. അത്രത്തോളം ഉറപ്പുള്ള ഒരു മനുഷ്യൻ. ശരി, ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു, നീ പരീക്ഷിക്ക്. അവന്റെ
അവനെ തുടരുന്നാ പറഞ്ഞത്, ബാക്കിയെല്ലാം തൊട്ടു. അത് ജീവനെ തുടർന്ന് പിന്നെ രണ്ടാമത്തെ ശിക്ഷ 2-ാം അധ്യായത്തിൽ വരുന്നു. അവനെ തുടരുത്. അതെല്ലാം കഴിഞ്ഞ് അപ്പോഴും ഇയ്യോബ് ഇതെല്ലാം അനുഭവിച്ചിട്ടും വളരെ വിശ്വസ്തനായിരുന്നു. ഇയ്യോബ് വളരെ വലിയൊരു വീഴ്ചയിലേക്ക് പെട്ടെന്ന് പോയത്, വലിയൊരു വീഴ്ചയിലേക്ക്. സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയാമായിരുന്നു. അന്നത്തെ സമ്പത്ത് ഇന്ന് കാണുന്ന പൊന്നുവെള്ളി മുതലായ സാമ്പത്തിക പണങ്ങളൊന്നുമല്ല. അവിടെ താഴോട്ട് വായിച്ചു നോക്കിയാൽ മതി. ആടുമാടുകളും കഴുതകളും ഒട്ടകങ്ങളുമാണ്. എന്നിട്ട് അതിനെ മേയ്ക്കുവാനുള്ളൊരു വലിയ കൂട്ടമെന്ന ദാസിദാസന്മാർ. മനസ്സിലാക്കണം, ആ സമ്പത്തുകളെല്ലാം ഈ പിശാച് ഓരോരോ അവസരത്തിൽ പല ആൾക്കാരും കൂടെ അത് എടുത്തു. അങ്ങനെ നമുക്കറിയാവുന്നത് ഒരു വലിയ വീഴ്ച അവിടെ സംഭവിച്ചു. വീഴ്ച ഇയ്യോബിനല്ല, ഇയ്യോബ് ഒരു അപകടത്തിൽ പെട്ടുപോയി. ആ അപകടത്തിൽ വളരെ വിശുദ്ധിയോട് വിശ്വസ്തയോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിതനായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. അതിന് 4 വളരെ പെട്ടെന്ന് ഇയ്യോബിന്റെ ജീവിതം തകിടം മറിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടാണ്. 4 വലിയ ദുരന്തങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തി. 4 വലിയ, ആ 4 വലിയ ദുരന്തങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, ശത്രുക്കൾ വന്ന് അവന്റെ കന്നുകാലികളെയും കഴുതകളെയും കവർന്നു, വേലക്കാരെ കൊന്നു. അത് നമുക്ക് 15-ാമത്തെ വേദഭാഗം കാണുന്നുണ്ട്. രണ്ടാമത്, ആകാശത്തു നിന്ന് തീ വീണ് ആടുകളെയും വേലക്കാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. അത് 16-ാമത്തെ വേദഭാഗമാണ്. 3, കൽദയർ വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അത് 17-ാമത്തെ വേദഭാഗം കാണുന്നുണ്ട്. 4, എല്ലാത്തിനും ഉപരിയായി ഒരു വലിയ കൊടുങ്കാറ്റിൽ വീട് തകർന്നു വീണ് അവന്റെ 10 മക്കളും മരണപ്പെട്ടു. ഈ ദുഃഖത്തിലും ഇയ്യോബ് തളർന്നില്ല, തന്റെ വിശ്വാസം മുറുകെ പിടിച്ചു. അത് 18-ാമത്തെ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വീഴ്ചയെ കുറിച്ച് മക്കളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളിലേക്ക് വരികയാണ്. ഇയ്യോബിന്റെ അനുഭവം എന്ന് പറയും. എന്നാൽ വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചിരിക്കും എന്ന് പറഞ്ഞു ആളയച്ചു. അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്ത വിധം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് കേവലം ഭൗതിക സമ്പത്തുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു, മറിച്ച് തന്റെ കുടുംബത്തിൽ ആത്മീയ കാവൽക്കാരൻ കൂടിയായിരുന്നു. കുടുംബത്തിൽ മക്കളുടെ ഭൗതികമായ സന്തോഷത്തിലും ആഘോഷങ്ങളിലും എന്താ പറയുന്നത്, അദ്ദേഹം തടസ്സം നിന്നില്ല. എന്നാൽ ആ ആഘോഷങ്ങൾ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ എന്ന് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു കുടുംബനാഥൻ തന്റെ മക്കളുടെ ആത്മീയ ജീവിതത്തിന്മേൽ പുലർത്തേണ്ട ജാഗ്രതയാണ് ഇത് കാണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇയ്യോബ് തന്റെ മക്കളെ കുറിച്ച് ചിന്തിച്ചു. 7 ആൺമക്കളും 3 പെൺമക്കളും. ഈ 7 ആൺമക്കൾക്കും 7 വീടുണ്ട്. 3 പെൺമക്കൾക്ക് വീടില്ല. അത് അവർക്ക് വീടുണ്ടാവണമെങ്കിൽ അവർ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുക. വിവാഹത്തിന് ശേഷമാണ് അവർക്ക് വീടുള്ളത്, യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച്. ഈ 7 ആൺമക്കൾക്ക് 7 ദിവസം അവർ ആഘോഷം നടത്തിയിരുന്നു, ഉത്സവം നടത്തിയിരുന്നു. ഈ സഹോദരന്മാരെല്ലാവരും സഹോദരിമാരെ വിളിച്ച് അവരുടെ വീട്ടിൽ വിരുന്നൊരുക്കി വീഞ്ഞും പാനം ചെയ്തു പോയി. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇയ്യോബ് ചിന്തിച്ചു, എന്റെ മക്കൾ പാപം ചെയ്തു എന്ന് സംശയമാണ് അവർ കാണുന്നത്. എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കല്ലേ. അവർ പ്രവൃത്തിപരമായ പാപത്തിലേക്കല്ല പോയത്. മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്ത് ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കും, സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കും. അതുപോലെ സകലവിധ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും വിധത്തിൽ
ലഭിക്കുമ്പോൾ അവർ ദൈവത്തെ മറക്കും. എവിടെ കൊണ്ടാ മറക്കുന്നത്? അവരുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് അവർ അകന്ന് ഈ വിരുന്നും വീഞ്ഞും വസിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന്, ദൈവ പ്രമാണത്തിൽ നിന്ന് അവർ അകന്നു പോയോ എന്നൊരു സംശയം യോബിനുണ്ടായിട്ട് ആ മക്കളെ സ്നേഹിക്കുന്ന, കരുതുന്ന ആ പിതാവ് വളരെ ജാഗ്രതയോടുകൂടി തന്റെ മക്കളുമാരെ വരുത്തി അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന യാഗം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായലേഖനം 9:22 ആ യാഗത്തെ കഴിയുന്ന എന്തുവാ? അതൊന്ന് വായിച്ചു നോക്കി. എബ്രായലേഖനം 9:22 വേദഭാഗം സാധാരണ ഞാൻ സ്ഥിരമായിട്ട് പ്രസംഗത്തിനിടയിൽ ഞാൻ വളരെ പ്രാധാന്യതയോടുകൂടി പറയുന്ന ഒരു വേദഭാഗമാണ്. എബ്രായർ 9:22. അത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടെ അത് പറയുന്നത്. 9:22 ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപവിമോചനമില്ല. ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞല്ലാതെ പാപവിമോചനമില്ല എന്ന് വ്യക്തമായിട്ട് രേഖകളാണ്. ഇത് ആദിമ മനുഷ്യന്റെ കാലം തൊട്ട് ദൈവം മനുഷ്യരുടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആദ്യത്തെ യാഗം കഴിച്ചതാരാ? യഹോവ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി, താൻ നിർമ്മിക്കപ്പെട്ട മക്കൾ തന്നോട് പാപം ചെയ്തപ്പോൾ ആ മക്കൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്ന ഒരു പിതാവിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ രക്തച്ചൊരിച്ചിരുകൊണ്ട് പിതാവ് തൽക്കാലത്തേക്ക് മക്കളോട് ക്ഷമിച്ച് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തി എന്നാണ് കാണേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് ഈ യാഗം രക്തച്ചൊരിച്ചിൽ കൊണ്ടാണ്. പിന്നെ നമുക്കറിയാം 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ പരിണമനം അത് മാറ്റപ്പെടണമെങ്കിൽ രക്തച്ചൊരിച്ച്, അല്ലെങ്കിൽ ദൈവം മരിക്കപ്പെട്ടിരിക്കുന്ന രക്തത്താലാണ്. അതുകൊണ്ട് ഇയ്യോബ് തന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ പ്രാപ്തിക്കും വയസ്സിനും അനുസരിച്ച് അവർക്ക് വേണ്ടി ആളാം പ്രതി ഇയ്യോബ് യാഗം കഴിച്ചു. അത് ദിനം പ്രതി മക്കളുടെ പിറകെ ഉണ്ടായിരുന്ന ഒരു അപ്പനാണ്. ചിന്തിക്കണം, മക്കളുടെ പിറകെ ഉണ്ടായിരുന്ന ഒരപ്പൻ. അപ്പന്റെ മക്കളുടെ മുമ്പേ ഉണ്ടായിരുന്നല്ല. ചിലർ പറയും, എന്താണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? ഞാൻ പറഞ്ഞു കേട്ടില്ല. അവൻ പോട്ടെ, നാളെ അവൻ അനുഭവിച്ചോളും. ഞാൻ പറഞ്ഞു കേട്ടില്ല, അവൻ നാളെ അനുഭവിച്ചോളും. തീർന്നോ അപ്പന്റെ ഉത്തരവാദിത്വം? അപ്പന്റെ ഉത്തരവാദിത്വം തീർന്നോ? അവൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ അവനെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം, അനുസരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, അവന് വേണ്ടി യാഗം കഴിക്കേണ്ട ഉത്തരവാദിത്വം ആ അപ്പനുണ്ട്. മകൻ അനുസരിച്ചില്ല, അപ്പന്റെ ദൈവത്തിന്റെ പിന്നാലെ വന്നില്ല എന്നിരിക്കുമ്പോൾ അപ്പൻ അവനെ കളഞ്ഞിട്ട് പോകണം എന്നാണോ? ഞാൻ കഷ്ടപ്പെട്ട് ദൈവം ഏൽപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മകനോ മകളോ ദൈവ വഴികളിൽ വരുന്നില്ലെങ്കിൽ ആ അപ്പനും അമ്മയും കർത്താവിന്റെ ഇടിവിൽ നിന്ന് ഇടപെടാതെ മുട്ടിന്മേൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ആ മക്കൾ കർത്താവിന്റെ അരികിലേക്ക് വരുവാൻ ആ മക്കൾ കാണുക മക്കൾക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ആ അപ്പനും അമ്മയും. അവർക്ക്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം വന്നിട്ട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് യാഗം കഴിക്കുന്നവരെയല്ല കാണുന്നത്. മറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് അപകടം വരാതിരിക്കുവാൻ വേണ്ടി അതിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ദൈവത്തോടുകൂടി ഇടപെടാതെ പ്രാർത്ഥന, സ്തോത്രം, യാഗത്തോടുകൂടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നവരെയാണ് പിതാവും മാതാവും എന്ന് പറയുന്നത്. അവരാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പുറകെ നമുക്ക് കാണാം അതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ വലിയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാമായിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ഇത്രത്തോളം യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇയ്യോബ് ഭൗതികമായി സമ്പത്തുള്ളത് കൊണ്ട് ഒന്നുമല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട്
ദൈവത്താൽ നിയമിതനായതുകൊണ്ടും വ്യക്തമായ ദൈവകരങ്ങളിൽ സമർപ്പിതനായി ഇയ്യോബ് തന്റെ മക്കളെ കർത്താവിന്റെ ഭയത്തിൽ വളർത്തി വലുതാക്കുവാൻ പരിശ്രമിച്ചവനാണ്. സമ്പത്തുകളും അതിന്റെ വ്യാപകാരങ്ങളും കൂടിയിരുന്നാൽ കുടുംബത്തെ മറന്ന് മക്കളെ മറന്ന് അതിന്റെ പിറകെ ഓടുന്ന അമ്മയപ്പന്മാരെയാണ് ഇന്ന് നാം ലോകത്ത് കാണുന്നത്. അതിന്റെ പരിണഫലമോ അവരിൽ വിശ്വാസികൾ അടങ്ങിത്തീർന്നു, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം അവരോടുകൂടി അവസാനിച്ചു എന്നാണ് കാണുന്നത്. ആണോ അല്ലയോ? തലമുറകളെ വിശ്വാസത്തിൽ കാണുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ. ഈ ഇയ്യോബ് ഭൗതിക സമ്പത്തുള്ളവനായതുകൊണ്ടല്ല, അവനൊരു ദൈവമകനായതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 22-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 22:6. ഇവിടെ കണ്ടത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ, സ്തോത്രം. ഒരു പാരന്റ്സ്, ഒരു മാതാപിതാക്കന്മാർ, ഒരു ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് നമുക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? നാളെ എന്റെ മക്കൾ എന്റെ കർത്താവിന്റെ നാമത്തിൽ ഈ ഭൂമിയിൽ നിലനിൽക്കുമെന്ന് പറയുവാൻ ആർജവമുള്ള അപ്പനമ്മമാർ ഇന്നിന്റെ കാലത്തുണ്ടോ? ഞാൻ ഇന്നോ നാളെ മാറ്റപ്പെട്ടു പോകും. എന്റെ കർത്താവിന്റെ സഭ കർത്താവിന്റെ മേഘങ്ങളിൽ വരുന്ന വരവിൽ, ആകാശത്ത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവെങ്കിൽ, ക്രിസ്തുവിന്റെ സഭ ഇവിടുന്ന് ഉയർത്തപ്പെടുമ്പോൾ പനവേലിയിൽ സഭ അവിടെ ഉണ്ടാകുമെന്ന് പറയുവാൻ എത്ര മാതാപിതാക്കന്മാർ കഴിയും? പനവേലി സഭയുടെ ഉണ്ടാകണമെങ്കിൽ അവരിൽ ദൈവത്താൽ ജനിക്കപ്പെട്ട അവരുടെ സന്താനങ്ങൾ എങ്ങനെ? ഇവിടെ നാം വായിച്ചു കേട്ടത്, ബാലൻ നടക്കുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുന്നവരായിരിക്കും. നിശ്ചയമായിട്ടും അങ്ങനെ അഭ്യസിപ്പിക്കുന്നവരായിരിക്കും. അങ്ങനെ അഭ്യാസം നേടിയ ഒരാള് ഒരിക്കലും ആ നിയമം ലംഘിക്കപ്പെടുകയില്ല. ആ നിയമം ലംഘിക്കപ്പെടുകയില്ല. അവൻ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന്. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആര് വൃദ്ധനായാലും? ഈ അപ്പനോ അല്ലെങ്കിൽ മക്കളോ? കാരണം അപ്പൻ കൊടുത്ത ഉപദേശം മക്കളും പകർന്നു കൊടുക്കും. ഇവിടെ നാം വളരെ ഗൗരവത്തോട് കാണാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വേദഭാഗം എന്താണെന്ന് നോക്കി. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വേദഭാഗം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ആരാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ ദൈവമക്കളാകുന്നത്? എങ്ങനെയാണ് അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ വരുന്നത്? ഒരു മനുഷ്യനുള്ള സുവിശേഷം പറയുന്നോ ഇല്ല. എന്നാൽ പാപത്തിൽ ജനിക്കപ്പെട്ട തന്റെ മക്കള് കർത്താവിന്റെ പഥ്യോപദേശത്തിൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ അവനെ ഉപദേശിപ്പിച്ച് കർത്താവിന്റെ വഴികളിൽ നടത്തുവാൻ അവന് കഴിഞ്ഞിട്ടുണ്ടോ? വളർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുറഞ്ഞ വർഷമുള്ള ഒരു ഉത്തരവാദിത്തമെങ്കിലും ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാൻ വായിച്ചുകൊണ്ട് മക്കൾ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുന്നുമ്പോ അവർ മറ്റു പല കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ലോകത്തിലെങ്ങനെ സമ്പത്തുണ്ടാക്കാം, ലോകത്തിലെങ്ങനെ സ്ഥാനമാനം ഉയർത്താം. മക്കൾ ഉണ്ടാക്കേണ്ട സമ്പത്തിന്റെ മേളിൽ ഒരു രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാരെയാണ് ഇന്ന് ലോകത്തിൽ ഞാൻ കാണുന്നത്. അതിനുവേണ്ടി മക്കളെ അഭ്യസിപ്പിക്കുവാണ്. വിദ്യാഭ്യാസം എന്തിനുള്ളതാണ്? വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? വേണം, വളരെ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ട് എന്തും നേടാൻ പറ്റും. വിദ്യ നേടും, പ്ലസ് സമ്പത്ത് നേടും, സ്ഥാനമാനങ്ങൾ നേടും. വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടത്തില്ല. വിദ്യാഭ്യാസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നേടുവാൻ കഴിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം.
അത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ വിവേകത്താല് ദൈവത്തെ തിരിച്ചറിയും. എന്നിട്ട് വിദ്യാഭ്യാസം എല്ലാം ഈ കർത്താവിന് പിറകിലേക്ക് വെക്കും. ആവശ്യമാണ്, പഠിക്കണം, പഠിക്കാതിരിക്കരുത്. പഠിക്കാൻ വേണ്ടി മക്കള് ബൈബിള് വായിക്കുന്നതിലും കുടുംബ പ്രാർത്ഥനയിലും സഭായോഗങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ആശയവിനിമയങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ കണ്ണുനീരാണ് ഫലം. നാളെ കണ്ണുനീര പണം ഉണ്ടാകും, സ്ഥാനമാനങ്ങൾ ഉണ്ടാകും, ബാങ്ക് ബാലൻസ് ഉണ്ടാകും, സ്വത്തുവകൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന പിതാവിന് സന്തോഷം ഉണ്ടാകില്ല എന്ന് വ്യക്തമായിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഇയ്യോബ് എന്ന പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി അവർ ഹൃദയം കൊണ്ട് ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ച, മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. ഈ ഇയ്യോബ് തന്റെ മക്കളുടെ ഹൃദയത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവരെ തന്റെ അടുക്കിലേക്ക് വരുത്തി. അവർക്ക് വേണ്ടി യാഗം കഴിച്ചു. മക്കൾ വേണ്ടാന്ന് പറഞ്ഞു. മക്കൾ അനുസരിക്കാതിരുന്നോ? മക്കൾ പിന്മാറിപ്പോയോ? ഒരിടത്തും പോയില്ല. താൻ ആ ഭക്തിയിൽ പോയപ്പോൾ തന്നെ മക്കളുമാര് തനിക്ക് നഷ്ടപ്പെട്ടു. തനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ് നിരാശപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് നിരാശപ്പെടാഞ്ഞത്? നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞു വന്നു, കാലിന് വേദന ഉണ്ടാകും, ആരാധന മുടങ്ങണോ? പ്രാർത്ഥന മുടങ്ങണോ? ബൈബിൾ വായന മുടങ്ങണോ? നിന്റെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നിനക്ക് മാറ്റിവെക്കണമോ എന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട സമയത്ത് നിന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ പരിശോധിക്കും. നിന്റെ ആപത്ത് ഘട്ടങ്ങളിൽ നിനക്ക് ദൈവം തന്ന ആരോഗ്യം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ കഴിയുന്നുവെങ്കിൽ അതിനുള്ള നന്മയും പ്രതിഫലവും ദൈവം തരും. ഈ ഇയ്യോബിന്റെ മക്കള് തനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും ആ ഇയ്യോബ് നിരാശപ്പെട്ടില്ല. ദൈവത്തോടുള്ള ആരാധനയ്ക്ക്, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക്, ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. രണ്ടാം അധ്യായത്തില് ഈ പിശാച് ദൂതന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി നിന്നു. അപ്പോഴും ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കും. അതിന് മുമ്പ് 2-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നത്, നീ എന്തിനു വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴവിടെ മറുപടി കൊടുക്കുമ്പോ ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ പറയുന്ന മറുപടി എന്താണ്? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ എന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ സമ്മതിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ദൈവത്തെ പിശാച് സമ്മതിപ്പിച്ചു. സാധ്യമാണോ? ഒരു വിശ്വാസ വീരന്റെ വിജയത്തെ അന്തരങ്ങളിൽ തിരിച്ചറിഞ്ഞ ഒരു ദൈവം അവനെ അനുവദിച്ചു കൊടുത്തു. വീണ്ടും വന്ന് മാത്രമല്ല, നിനക്ക് അവന് എല്ലാവിധ സൗഭാഗ്യ അനുഗ്രഹങ്ങളും കൊടുത്തത് കൊണ്ടല്ലേ അവന്റെ ശരീരത്തെ തൊടുവാൻ അനുവാദം ചോദിച്ചു. പിശാചിന് അനുവാദം കൊടുത്തു. ആദ്യം അവനെ തുടരുന്നു പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞത്? അവന്റെ പ്രാണനെ തുടരുന്ന. പ്രാണൻ ദൈവത്തിനുള്ളതാണ്. ആ പ്രാണനെ തുടരുന്നു പറഞ്ഞു. അവനെ പരുക്കളാൽ ബാധിച്ചു. സഹിക്കാൻ കഴിയുന്നില്ല. തന്റെ ശരീരമെല്ലാം പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിൽ, അസഖ്യമായ ചൊറിയ പ്രയാസങ്ങളിൽ കൂടെ താൻ വെണ്ണീരിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഓട്ട് കഷ്ണം കൊണ്ട് തന്റെ ശരീരത്തെ മാന്തി ആശ്വസിക്കുന്ന ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തോടൊപ്പം ആശ്വാസത്തിനോ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാനോ ആരോരുമില്ലായിരുന്ന സമയത്ത് എന്തോ ഒരു മാനുഷികാവസ്ഥ. ആ മനുഷ്യന്റെ പ്രാണനൊഴികെ ആ ശരീരത്തെ പൂർണ്ണമായി ബാധിച്ചു. അവിടെയും അദ്ദേഹം വിജയിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പലരും വന്നു. എന്തിനാ? അവനെ ആശ്വസിപ്പിക്കാൻ വന്നതോ. 7 ദിവസം അവർ ഒരു വഹമുണ്ടാതെ അവനോടൊപ്പം ഇരുന്ന് ദുഃഖിച്ച് കരഞ്ഞു. 7 ദിവസം കഴിഞ്ഞിട്ട്
ദൈവം വിശുദ്ധനാക്കിയ, ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച ഈ ഇയ്യോബിന്റെ മേൽ കുറ്റാരോപണങ്ങൾ തുടങ്ങി. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത്, ഇതിനിടയ്ക്ക് തന്റെ പ്രിയപ്പെട്ടവളും തന്റെ പ്രിയതമനായ തന്റെ ശരീരമായ തന്റെ ഭാര്യയും തന്റെ അടുക്കൽ വന്നു. ഇത്രത്തോളം സംഭവിച്ചു. കുറ്റം പറയുവാൻ നിവൃത്തിയില്ല, അവരെ കുറ്റം പറയുവാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? തന്റെ തലയായിരിക്കുന്ന ഭർത്താവിന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ 10 മക്കൾ പോയി, എനിക്ക് വേദനയില്ലായിരുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, പോട്ടെ. തന്റെ സമ്പത്തുകൾ, താൻ ആഗ്രഹിച്ചിരുന്ന എല്ലാവിധ സമ്പത്തുകളും, രാജകുമാരിയെ പോലെ ജീവിച്ചിരുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ തന്റെ ദാസികൾ, തന്റെ ദാസന്മാർ, തന്റെ സമ്പത്തുകൾ, തന്റെ കൊട്ടാര സമൃദ്ധമായി സകലതും നഷ്ടപ്പെട്ടപ്പോഴും ആ സ്ത്രീ കുലുങ്ങിയില്ല. ഒടുവിൽ തന്റെ എല്ലാമായ തന്റെ ഭർത്താവിനെ ഈ നിലയിൽ ബാധിച്ചപ്പോൾ ദൈവത്തിന് അവനെ രക്ഷിക്കാതിരിക്കുവാൻ കഴിയുമോ? ഇത്രത്തോളം ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിച്ചവനായ ഈ അവനെ എന്തിനു ഈ ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിൽ ഒടുവിൽ അവളുടെ മനം മടുത്തു. പറഞ്ഞതെന്താണ്? എന്തിനു നീ ഈ ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ചിരിക്കുന്നു? ആ ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി കെട്ടി ഞാൻ ചത്തുകൂടെ എന്നൊരു ചോദ്യം. അവസാനത്തെ അസ്തമയനമായ ഒരു വാക്ക്. അപ്പോഴും ഈ ഭർത്താവായ ഇയ്യോബ് പറഞ്ഞത്, നീ ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ സംസാരിക്കുന്നത് എന്ത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. എന്റെ ജീവിതത്തിൽ ഈ കാണുന്നതെല്ലാം നിന്നെ ഉൾപ്പെടെ എനിക്ക് തന്നത് ദൈവമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും പലരും പ്രസംഗിന്ന് കേട്ടിട്ടുണ്ട് ഇയ്യോബിന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്നത്തെ സഹോദരിമാരെ എത്ര പ്രാവശ്യം കുറ്റം പറയണം? ഈ സഹോദരി ചെയ്ത തെറ്റെന്താ? ഇനി ഒടുവിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ സഹോദരി ഉണ്ടായിരുന്നു എന്നും കൂടെ ചിന്തിച്ചു. ദൈവ സഹോദരിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ ശിക്ഷിച്ചില്ല. പിന്നെ 3-ാം അധ്യായം തൊട്ട് വലിയ യുദ്ധങ്ങളാണ്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, മക്കൾ പരസ്യമായി ദൈവത്തെ തള്ളിപ്പറഞ്ഞു എന്നല്ല ഇയ്യോബിന്റെ പുസ്തകം 1:5 നാം കണ്ടത്. ഇയ്യോബ് ചിന്തിച്ചതും അങ്ങനെയല്ല, മറിച്ച് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ലഹരിയിൽ അറിയാതെ പോലും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് വിരുദ്ധമായ ചിന്തകൾ വന്നിട്ടുണ്ടാകുമോ എന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. പാപം എന്നത് കേവലം പ്രവൃത്തികളിൽ മാത്രമല്ല, ഹൃദയ ചിന്തകളിൽ കൂടിയാണ് രൂപപ്പെടുന്നതെന്ന് വ്യക്തമായിട്ട് ഇയ്യോബ് മനസ്സിലാക്കിയിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പാപം പ്രവൃത്തികളിൽ കൂടെയാണ്. അല്ല, പാപം ആദ്യം ഹൃദയത്തിലാണ്. കർത്താവ് ന്യായപ്രമാണ പ്രകാരമുള്ള വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിൽ പറയുന്നത്, സ്ത്രീകളും പുരുഷനും തമ്മിൽ പരസംഗം ചെയ്യുന്നത് ഫിസിക്കലി പ്രവൃത്തിയിലാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയിലല്ല, പിന്നെ ഹൃദയം കൊണ്ട് നീ മോഹത്തോടുകൂടി ആ വ്യക്തിയെ നോക്കിയിട്ടുണ്ടെങ്കിൽ നീ പാപം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ സകലവിധ പ്രവൃത്തികളും ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അതാണ് പ്രവൃത്തിയിലേക്ക് വരുന്നത്. മോഹം ഗർഭം ധരിക്കുന്നത് ഹൃദയത്തിന്റെ അന്തരംഗത്തിലാണ്. അതിൽ നിറഞ്ഞു വളർന്ന് 10-ാം മാസത്തിലെത്തുമ്പോൾ അത് പാപം മുഴുത്ത് മരണത്തെ പ്രസവിക്കുന്നു. അവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുന്നു. ഇത് സംഭവിക്കാതിരിക്കാൻ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ ഇപ്രകാരം ദൈവത്തെ മറന്നുള്ള തീറ്റിയും കുടിയും ഇപ്രകാരം എന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇയ്യോബ് ആ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ ആരംഭിച്ച് പ്രവൃത്തി പദത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്റെ മക്കളെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഈ ഇയ്യോബ് മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ചു. ഇതിൽ നിന്ന് ഞാനും നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്?
ഇതിൽ നിന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ നമ്മുടെ കർത്താവിൻ്റെ വഴികളിൽ നടത്തുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഇടപെടാതെ ദൈവത്തിന് യാഗം കഴിപ്പിക്കുന്നുണ്ടോ? ഇവിടെ അന്നത്തെ കാലത്ത് ന്യായപ്രമാണവും പ്രമാണങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അന്ന് അതിനുശേഷം, മോശയ്ക്ക് ശേഷം ന്യായപ്രമാണവും പ്രമാണങ്ങളും വന്ന് ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി യാഗം കഴിക്കുവാനും ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തെ കടന്നു ചെന്ന് ഇടിവിൽ നിന്ന് യാഗം കഴിക്കുവാൻ പുരോഹിതന്മാരെ നിയമിച്ചിരുന്നു. അവിടെ ന്യായപ്രമാണ പ്രകാരമുള്ള ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. എന്നാൽ അന്ന് അബ്രഹാമിന്റെ കാലത്ത്, ഇയ്യോബിന്റെ കാലത്ത്, നോഹയുടെ കാലത്ത്, യാക്കോബിന്റെ കാലത്ത്, ഇസഹാക്കിന്റെ കാലത്ത് ഇവിടെയൊന്നും ഈ ന്യായപ്രമാണമില്ലായിരുന്നു. മനസ്സിലാക്കണം. അവർക്ക് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടല്ല, പിന്നെ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തോടെ ആശയവിനിമയം നടത്താനും സംസാരിക്കാനും യാഗം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കൃപയാൽ നിങ്ങളും ഞാനും ഇന്ന് ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനും നിങ്ങളും ന്യായപ്രമാണത്തിലല്ല ജീവിക്കുന്നത്. അന്ന് ഈ ഇയ്യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നതുപോലെ കൃപയാൽ വിശ്വാസം മൂലം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അപ്പാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അതിവിശുദ്ധ ശ്രദ്ധയ്ക്ക് അടുത്ത് വരുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇതിനിടയ്ക്ക് സംഭവിച്ചാണ് ന്യായപ്രമാണം. എന്നാൽ ഇന്ന് പഴയ കാലത്തും ഇപ്പൊ കൃപയാലുള്ള കാലത്തും എനിക്കും അവർക്കും ഒരേ അവസ്ഥയാണ്. എന്റെ മക്കളെ ചൊല്ലി എനിക്ക് പ്രാർത്ഥിക്കുവാൻ മറ്റൊരാളോട് പറയുന്നല്ല. എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ? എന്റെ മക്കളെ എന്റെ കർത്താവിന്റെ ഭർത്തൃപദേശത്തിൽ വളർത്തി അവർ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ആ മക്കൾക്ക് വേണ്ടി കരയുന്ന, ആ മക്കൾക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ മക്കളുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. ഇനി അഥവാ ഒരു അപകടത്തിൽ പെട്ടുപോയാലും പെടാതിരിക്കാൻ വേണ്ടി ഇടവിടാതെ തിരുമുഖത്തേക്ക് നോക്കി എന്റെ കർത്താവേ എന്റെ മക്കളെ രക്ഷിക്കണമേ, എന്റെ മക്കൾ അപകടത്തിൽ പെട്ടുപോകാതെ അവിടുന്ന് സൂക്ഷിക്കണമേ. എന്റെ കരങ്ങളിലല്ല, അവിടുത്തെ കരങ്ങളിലാണ്. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്റെ കുഞ്ഞുങ്ങളെ. എന്നെ വളർത്താൻ ഏൽപ്പിച്ച് ഞാനൊരു തോട്ടക്കാരൻ. ഇദ്ദേഹം തന്റെ കുടുംബത്തിൽ ഒരു കാവൽക്കാരനായിരുന്നത് പോലെ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു കാവൽക്കാരനാണ്. എൻ്റെ മക്കളെ കർത്താവിന്റെ കാവലിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു യോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം. ഇവിടെ കണ്ടത് ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമമുള്ളതും അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. എന്നാൽ അത് ആരാഞ്ഞറിയുന്നവൻ ആർ? അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിന് അത് വ്യക്തമായിട്ട് അറിവുണ്ട്. ദൈവത്തോട് ഇടപെടാതെ അവന്റെ ഇടിവിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം അത് കാണിച്ചു കൊടുക്കും. നിശ്ചയം തിരിച്ചറിയാൻ കഴിയും. തന്റെ മക്കൾ ഏത് വിധത്തിലാണ്, തന്റെ കുടുംബം ഏത് അവസ്ഥയിലാണെന്ന് ആ പിതാവിന് വ്യക്തമായി അറിയാം. വ്യക്തമായിട്ട് അറിയാം. അറിയുന്നവർ അതിനു വേണ്ടി പരിഹാരക്രിയകൾ ചെയ്യും. പരിഹാരക്രിയകൾ ചെയ്ത് ആ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. രണ്ടാമത് മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം. എങ്ങനെയെന്നാൽ ദുഷ്ടന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസത്യം, ദുഷ്ടങ്കം എന്നിവ എവിടെ നിന്ന് വരുന്നു?
എവിടെ നിന്ന് വരുന്നു? ഈ വക പ്രവർത്തനം എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്ന് വരുന്നു മക്കളെ? പറ യോനാഥാന്, എന്ത് മറുപടി ഇല്ലാത്ത? വായിച്ച ബൈബിൾ വാക്യം വായിക്ക, 15:19 വായിച്ചു നോക്ക്. ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണ്, മറ്റെങ്ങുമല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നു. ബൈബിൾ എടുത്തില്ലായിരുന്നപ്പോ 15:19, മത്തായി സുവിശേഷം 15:19. ഇല്ലെങ്കിൽ തലമുറകളെ കാണുകയില്ല. നിശ്ചയമാണ് ഈ സ്ഥലം സഭകളിൽ നിന്ന് പോകും, പ്രായമുള്ളവർ മാറ്റപ്പെടും. അന്ന് ഈ ശുശ്രൂഷകൾ ചെയ്യേണ്ട തലമുറകൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഇത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. എന്തൊക്കെയാണ്? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പോ ഇത് വരാൻ പാടുണ്ടോ ദൈവമക്കളുടെ ജീവിതത്തിൽ? ചിന്തിച്ചു കൊള്ളുക. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 തൊട്ട് 23 വരെ. മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 തൊട്ട് 23-ാമത്തെ വേദഭാഗം വരെ വേഗത്തിൽ വായിക്കുക, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ഇവിടെ കണ്ടവര് ഇതെല്ലാം അകത്തു നിന്നുണ്ടാകുന്നു എന്നിട്ട് പറഞ്ഞു 23-ാമത്തെ വീട്ടില് ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ എന്താണ്? മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അശുദ്ധനായിരിക്കുന്ന മനുഷ്യന് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അവകാശമുണ്ടോ? അങ്ങനെ ഇപ്രകാരമുള്ള അശുദ്ധിയിൽ ജീവിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുകയും സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറയുവാൻ ഏതെങ്കിലും വിധത്തിൽ ന്യായമുണ്ടോ? പുറമെ വേഷം കെട്ടാൻ കേട്ടോ, വെള്ള ഉടുപ്പും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് വെള്ള സാരിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേഷം കെട്ടാൻ പറ്റും. പക്ഷേ അഹമേ, കർത്താവ് പറഞ്ഞ അഹമേ ഉള്ളത്, ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ ചോദന ചെയ്യുന്ന ദൈവത്തെ ഭയപ്പെടാതെ അതിൽ ശുദ്ധീകരണം പ്രാപിക്കാതെ, നമുക്ക് എപ്പോഴും പറയാറുള്ള വാക്കാണ് ഏത്? ശുദ്ധീകരണത്തെ കുറിച്ചിട്ട് ഏത് വാക്യമാണ് ഓർമ്മയുണ്ടോ? എബ്രായലേഖനം 12:14 വേദഭാഗം. ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതിന് സജീവന്നിടയ്ക്ക് നിന്നിട്ടും കാര്യമൊന്നുമില്ല. ആ സമയത്ത് എന്തെങ്കിലും പറ്റി പാപം സംഭവിച്ചിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഏശാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. യാക്കോബിന്റെ ജ്യേഷ്ഠനായ ഏശാവിനോട് ചോദിക്കുന്നത്. എബ്രായലേഖനം 12-ാം അധ്യായത്തില് ഏശാവിന്റെ നിലവിളി കാണാൻ പറ്റും. എന്താ? 15-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം വരെ. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം ചെല്ലുമ്പോൾ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ യാക്കോബ് വാങ്ങിച്ചുകൊണ്ട് പോയതിനു ശേഷം ജ്യേഷ്ഠനായ ഏശാവ് ഗുണകരമായ ഒറിജിനൽ വേട്ടയിറച്ചി കൊണ്ട് ഗുണകരമായ പാചകം ചെയ്ത് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തപ്പോഴത്തേക്ക് അപ്പൻ ചോദിക്കുന്നത്, നീ ആരാകുന്നു? നിനക്ക് മുമ്പേ മുന്നിൽ അനിയൻ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോയി. അപ്പൊ സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഉപായിയായ പിന്നെ യാക്കോബിന്റെ പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പം അവസാനം അപ്പം പറഞ്ഞ് ഞാന് എല്ലാ അനുഗ്രഹവും കൊടുത്തു. ഏശാവ് കരയാൻ തുടങ്ങി. അയ്യോ അപ്പ, നിന്റെ കയ്യിൽ ഇനി അനുഗ്രഹങ്ങളൊന്നും ഇല്ല. 1, 2 അല്ല, പല പ്രാവശ്യം അപകടം സംഭവിച്ചിട്ട്, എന്തെങ്കിലും സംഭവിച്ചിട്ട്, ഹൃദയം കൊണ്ട് പാപം ചെയ്തിട്ട് പിന്നെ വന്നാൽ അതിന് ശിക്ഷ മാത്രമേ ഉള്ളൂ. നിനക്ക് തരാൻ യാതൊരു അനുഗ്രഹവുമില്ല. പിന്നെ അവിടെ ഏശാവിന് ശാപകരമാവസ്ഥയാണ്. ഏശാവ് അപ്പനെ കുടുംബത്തെ വിട്ട് അവിടുന്ന് മാറിപ്പോയി. പിന്നെ ഇസ്മായേലിയ ഗോത്രത്തിൽ പോയി കല്യാണം കഴിച്ച് അവിടെ ആയി കൊടുങ്ങി. വേണമോ? ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട്, ദൈവഭയം ഇല്ലാത്തത് കൊണ്ട്, അപ്പനും മാതാപിതാക്കന്മാർ മക്കൾക്ക് ശരിയാമെന്ന ഉപദേശം കൊടുത്ത് അവർക്ക് വേണ്ടി യാഗം കഴിക്കാഞ്ഞത് കൊണ്ട് മക്കൾ എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരുന്നു, സൺഡേ സ്കൂളിൽ വരുന്നു, ഒരു കുഴപ്പമില്ല, എല്ലാം വന്നു പോകുന്നുണ്ട്. അവരും രക്ഷിക്കപ്പെട്ട സ്നാനം. ഇന്ന് അങ്ങനെയാണല്ലോ. എന്നിട്ട് ഒരു 10-15 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ എന്താണ്? നമ്മുടെ പ്രമാണം അനുസരിച്ച്
ആ സ്നാനപ്പെടുത്തണം. എന്തിനാ സ്നാനപ്പെടുത്തുന്നത്? എന്തിനാ സ്നാനപ്പെടുത്തുന്നത്? ഓ, മക്കൾക്ക് നാളെ ഒരു കല്യാണമൊക്കെ വേണ്ടേ? നമ്മുടെ ഗോത്രത്തിൽ നിന്ന്, ബ്രദറൻ ഗോത്രത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടണ്ട്, ഒരു ചെറുക്കനെ കെട്ടണ്ട്. അതുകൊണ്ട് സ്നാനം ഒരു മൂല കാരണമാക്കി തീർത്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിൽ മരിച്ച വ്യക്തി സ്നാനപ്പെടണമെന്നുള്ള നിയമമല്ല ഇപ്പോൾ നടക്കുന്നത്. അത് കല്യാണത്തിനൊരു ഉപാധിയായി തീർക്കപ്പെട്ടിരിക്കുകയാണ് സ്നാനം. എന്താ കാരണം? മാതാപിതാക്കന്മാർ മക്കളുടെ പിറകെ അവരുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ ചോദന ചെയ്യാത്തത് കൊണ്ട്, മക്കൾ ബൈബിൾ വായിച്ചോ, മക്കൾ ദൈവത്തിനാണോ, ദൈവത്തോട് വ്യക്തിപരമായ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടോ, അവരുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാതാപിതാക്കന്മാർ പരിശോധിക്കാത്തത് കൊണ്ടാണ് പിൻകാലത്ത് വലിയ ദുഃഖമാണ് അനുഭവിക്കുന്നത്. വലിയ ദുഃഖമാണ്. എൻ്റെ വാക്കുകൾ എങ്ങനെ അവസാനിപ്പിക്കണമല്ലോ. പിന്നെയും നമുക്കൊരു വേദഭാഗം കാണുന്നത് സദൃശ്യവാക്ക് 1:7. എന്താ? യഹോവയെ ഭയപ്പെടുന്ന ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവയെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സ്തോത്രം. ഒരു ദൈവമകൻ തൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ഭയപ്പെടും. ദൈവമേ, ഞാനത് പറയാൻ കൊള്ളാമോ? ഞാനത് ചെയ്യാൻ കൊള്ളാമോ? ഞാൻ അവിടെ പോകാൻ കൊള്ളാമോ? എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തെ എൻ്റെ കർത്താവ് കാണുന്നുണ്ടല്ലോ. ആ ഒരു നിലവാരത്തിൽ വളരെ ഭയപ്പെട്ട് ആ അപ്പൻ്റെ അമ്മയുടെയും മക്കളുമാർ വളരെ വിശുദ്ധമായി ജീവിക്കാനാണ്. ഇവിടെ നമ്മൾ കണ്ടത് യഹോവയെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ആ ജ്ഞാനത്തിൽ അവൻ വളരുകയാണ്. വളർന്ന് കർത്താവിൻ്റെ തലയോളം വളരുന്നതാണ്. ദൈവം ആ നിലയിൽ നമ്മെ അനുഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ ഭാഗം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാതെ ഈ അത്യാപത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ കഴിയില്ല. മാത്രമല്ല, ഈ ലോകമെന്ന പിശാചിന്റെ സിംഹാസനമുള്ള സ്ഥലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നിരന്തരം പ്രാർത്ഥിക്കുവാൻ മക്കൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം എഫെസ്യരുടെ പുസ്തകം 3-ാം അധ്യായം കണ്ടോളും. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും ഞാൻ അത് പറഞ്ഞു തന്നെയാകണം. എന്റെ ദൈവം എന്നോട് അറിയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വഴിവിട്ട് സഞ്ചരിക്കാതിരിക്കാനുള്ള മാർഗമായ ദൈവത്തിന്റെ വചനത്തെ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും ഞാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അത് അറിയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിരന്തരം പ്രാർത്ഥിക്കുക. അടുത്തത് കാണുന്നത് സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ ദൃശ്യിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്ന്? ദൈവമേ, നിർമ്മലമായ ഒരു പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തെ പോലിരിക്കുന്ന, ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ ദൃശ്യിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അങ്ങനെ നിർമ്മലമായ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെന്തുകൊണ്ട് എനിക്ക് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ടിരിക്കണം. ഇത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് എന്ന കാര്യം ഇവിടെ നാം ഓർമ്മിക്കേണ്ട ആവശ്യകതയാണ് കാണുന്നത്. ഇനി അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇയ്യോബ് തൻ്റെ മക്കള് വ്യക്തമായിട്ട് അഭ്യസിപ്പിച്ചു. ഇയ്യോബിന്റെ കാലഘട്ടത്തിൽ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഈ മക്കൾമാർ വിവാഹിതരായിരുന്നോ? അങ്ങനെ തെളിവുണ്ടോ? ഇല്ല അല്ലേ?
എന്ത് തെളിവുണ്ട്? അങ്ങനെ ഒരു വർത്തമാനം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലുണ്ട്. എപ്പോഴാ? ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഇയ്യോബിന്റെ മക്കൾ ആ സമയത്ത് വിവാഹിതരല്ലായിരുന്നു. മക്കളുമാരെ എല്ലാം എടുത്തു. അതിനുശേഷം ഇയ്യോബ് അവിടെ എല്ലാം വിശ്വസ്തനായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളാലുള്ള സകല പരീക്ഷകളിലും പിശാചിനാലുള്ള പരീക്ഷയിലും ഒരു ദൈവഭക്തനായി വിജയിച്ചു എന്നത് മാത്രമല്ല, അതിനുശേഷം താൻ വിവാഹിതനായിരുന്നു, മക്കളെല്ലാം വിവാഹിതരായിരുന്നു എന്നുള്ള തെളിവ് 42 പുസ്തകത്തിലേക്ക് വരാം. ഞാൻ അവസാനിപ്പിക്കട്ടെ. 42 പുസ്തകത്തെ അതിൻ്റെ 15 വേദഭാഗം 16 വേദഭാഗം ഒന്ന് കണ്ടു നോക്കേ. ആമേൻ. ഇതിനു മുമ്പ് ഈ സഹോദരിമാരെ കുറിച്ച് ഇങ്ങനെ ഒരു പദം ഉണ്ടായിരുന്നോ? ഇല്ല. അതിന് മുമ്പ് ഒരു പദം ഉണ്ടായിരുന്നോ? ഇല്ല. നോക്കണേ, ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കാണുന്നത് എന്താ? ഉണ്ടായിരുന്നില്ല മാത്രമല്ല, അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. ഇയ്യോബിന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഏകദേശം 60 വയസ്സാണ്. ഇപ്പോൾ ടോട്ടലി ഇയ്യോബിൻ്റെ മരണസമയത്ത് 200ാമത്തെ വയസ്സ് വരെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും പിന്നെ 4 തലമുറ. നമ്മുടെ ഇടയിൽ എത്ര പേര് കാണുന്നുണ്ട് തലമുറ? 1ാം തലമുറ കഴിയുമ്പോഴേ എന്തുവാ? ആട്ടം തുടങ്ങും. വയ്യ. അത് കണ്ടു, പക്ഷെ ആട്ടം തുടങ്ങും. വയ്യ. എന്തെന്നാ 3 തലമുറ? ഏത് കാര്യമായി പറഞ്ഞു? മക്കളെ ദൈവഭയത്തിൽ വളർത്തി അവരുടെ ഹൃദയത്തെ ചോദന ചെയ്ത് ഹൃദയത്തിന്റെ അന്തരങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്ന അപ്പനമ്മമാരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഈ അപ്പൻ മരിച്ചത് രോഗശയ്യയിലല്ല. അപ്പൻ മരിച്ചത് എനിക്കിനി ജീവിക്കണ്ട, ഞാൻ എന്തിനാ ഈ രോഗത്താൽ ഭാരപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന എന്നല്ല. ഈ 4 തലമുറ ക്രിസ്തുവിനായി നേടിയതുകൊണ്ടാണ്. ഈ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൽ 4 തലമുറ കർത്താവിനായി കണ്ടു. ഞാൻ വളരെ സംതൃപ്തിയോടുകൂടി പോകുവാണ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക്. നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോട് ചെയ്തു. എനിക്ക് ഇനി 4 തലമുറയും കർത്താവിൽ സ്ഥിരതയോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി 4 തലമുറ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിന് കൊടുക്കുന്ന അപ്പന്റെ വിശ്വാസത്തെ പിന്തുടരുന്ന മക്കളും കൊച്ചുമക്കളും അതിന്റെ കൊച്ചുമക്കളും അതിന്റെ മക്കളും ഈ അപ്പന്റെ ദൈവത്തെ പിൻപറ്റുന്ന നോഹയുടെ മക്കളെ പോലെ തന്നെ പിന്തുടരുന്ന തലമുറകൾ. അതുകൊണ്ടാണ് 4 തലമുറ എന്ന് പറഞ്ഞത്. എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി രോഗവും പ്രയാസം കൊണ്ട് 4 തലമുറ വലിച്ചു നീട്ടി മക്കളും കൊച്ചുമക്കളും ഒക്കെ എവിടെ? മക്കളും കൊച്ചുമക്കളും ഒക്കെ എവിടെ? ഇന്നിടയ്ക്ക് ചോർത്തല്ലോ. മക്കളെവിടെ? മരുമക്കളെവിടെ? അപ്പനെവിടെ? അമ്മയെവിടെ? അനാഥാലയത്തിൽ. സന്തോഷമുണ്ടോ? തന്നെ ഏൽപ്പിച്ച മക്കളെ കാണാനില്ല, മരുമക്കളെ കാണാനില്ല, കൊച്ചുമക്കൾക്ക് വല്യപ്പനോട് വല്ല സ്നേഹമുണ്ടോ? വല്യമ്മയോട് വല്ല സ്നേഹമുണ്ടോ? കൊച്ചുമക്കൾക്ക് മക്കളെ ആ അപ്പച്ചനെ ഒന്നും ശുശ്രൂഷിക്ക്, ഒരിച്ചിരി നേരം അവിടെ ഇരിക്ക്, അപ്പച്ചനൊരു ആപത്തം വരാൻ നോക്കണേ എന്ന് പറയുമ്പോ അനുസരിക്കുന്ന കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? അവിടെയാണ് കാര്യം. കേവലം 4 തലമുറ കണ്ടിട്ട് വലിച്ചു നീട്ടി
രോഗിയ പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടം, എങ്ങനെയെങ്കിലും ഈ ലോകം വിട്ടൊന്ന് പോയാൽ മതി എന്നല്ല പറഞ്ഞത്. എന്റെ മക്കളെ ഞാൻ കർത്താവിൽ വളർത്തി, അവരുടെ മക്കളെ അവരും കർത്താവിൽ വളർത്തി, അവരുടെ മക്കളെ അവരും കർത്താവിൽ വളർത്തി. ഇതെല്ലാം കണ്ടിട്ട് ആ കുടുംബത്തിൽ ഈ അപ്പനും അമ്മയും, വല്യപ്പനും വല്യമ്മയും സ്തുതിസ്തോത്രങ്ങൾ വീട് നിറയെ കേട്ടാണ് മരിച്ചത്. കുടുംബ പ്രാർത്ഥനയിൽ മക്കളുമാരിൽ നിന്നുള്ള പ്രബോധനങ്ങൾ, കൊച്ചുമക്കളിൽ നിന്നുള്ള പ്രബോധനം കേട്ടാണ് മരിച്ചത്. അവർ സന്തോഷത്തോടെ പിതാവിന്റെ വാസസ്ഥലത്തേക്ക് പോയി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേടുവാൻ കഴിയുന്നില്ല. നമ്മുടെ കർത്താവ് ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ എന്തിനാലാണ് ഞാൻ അഭ്യസിപ്പിക്കുന്നത്? ലോക സമ്പത്തിന് വേണ്ടിയാണ് അഭ്യസിപ്പിക്കുന്നത്. ഞാനിത് ഉറപ്പോട് പറയുന്ന 2 മക്കളോട് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. മരുമോൻ ഉൾപ്പെടെ ചെയ്യും ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ, ദൈവവുമായിട്ടുള്ള അഭ്യർത്ഥന നടത്തിയോ എന്നുള്ള സ്ഥിതിയിൽ അതിനപ്പുറം എനിക്ക് അവരുടെ ഒരു വക എനിക്ക് വേണ്ട. ലോകത്തുള്ള ഒരു സ്ഥാനമാന പദവിയുടെ വരെ ഇതുവരെ പോയിട്ടില്ല. ആ മക്കളെ കർത്താവിൽ തിരികെ ഏൽപ്പിക്കണം. മക്കളെ നിങ്ങൾക്ക് തരുന്ന തലമുറകളെ കർത്താവ് വരാൻ താമസിക്കുന്നതിന് കർത്താവിന് വേണ്ടി നേടുക, കർത്താവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ ഈ യോബിനെ പോലെ ബലപ്പെട്ടിരിക്കാൻ കഴിയുമ്പോൾ, യോബ് വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ട ആളാണ്, അല്ലാതെ പാപം ചെയ്ത് മോഹങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട ആളല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. യോബിന്റെ മക്കൾ ഹൃദയം കൊണ്ട് പാപം ചെയ്തോ അവർ വിരുന്നുകൾ അന്യോന്യം, ഒരപ്പന്റെ മക്കളാ, വേറെ ആരും പുറത്തുനിന്നില്ല. ഈ അപ്പന്റെ മക്കൾ ഓരോ വീടുകളിൽ മാറി മാറി വിരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ അപ്പന് സംശയമായിരുന്നു, അപ്പൻ അവരെ പേടിയായിരുന്നു. ആ മക്കൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന്. ശരീരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് പോയാലും വീണ്ടും ശരീരം കൊണ്ടൊന്ന് വേഷം കാണിക്കാമല്ലോ. അവിടെ അപ്പൻ ഭയപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളും വരും ദിവസങ്ങളിൽ അങ്ങനെ ആകാതെ വിശുദ്ധ ജീവിതം നയിക്കപ്പെടുക. നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മക്കളെ ചൊല്ലി നമുക്ക് സന്തോഷിപ്പാൻ ഇടയാകട്ടെ. അവർക്കെല്ലാം ഉണ്ട് എന്ന് പറയാതെ അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി സ്വർഗം സന്തോഷിക്കുന്ന ഒരു കുടുംബം എനിക്ക് വാർത്തുണ്ടാക്കാൻ ദൈവകൃപയാൽ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ, ചാരിത്രയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി മരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ അപ്പനമ്മമാർക്ക് ചെവി കൊടുക്കുക, അവരെ അനുസരിക്കുക. നിങ്ങൾ മുടിഞ്ഞു പോകുകയില്ല, നിശ്ചയം മുടിഞ്ഞു പോകുകയില്ല. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.